ആക്കോൽ ഡിവിഷനില് ഒരു വികസന പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല. 2000-2005 കാലഘട്ടത്തിൽ ശ്രീ എ അൻസാരി ഇവിടെ നിന്ന് UDF-ന്റെ കൗൺസിലറായിട്ട് വിജയിച്ചിട്ടുണ്ട്. 2000-2005 കാലഘട്ടത്തിലല്ലാതെ ഈ ഡിവിഷനിൽ എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടോ? ഇവിടുന്ന് വിജയിച്ചു പോയ LDF-ന്റെ കൗൺസിലർമാർക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ ഞങ്ങൾ ഇന്നത് ചെയ്തു അല്ലെങ്കിൽ ഇന്നത് ചെയ്തു എന്ന്? കഴിഞ്ഞ 15 വർഷക്കാലമായി ആക്കോൽ ഡിവിഷനെ വെള്ളക്കെട്ടിന്റെ കയത്തിലേക്ക് തള്ളിവിട്ട ഡിവിഷൻ കൗൺസിലർമാരല്ലേ ഇവിടുന്ന് ഭരിച്ചു പോയത്? അതുമാത്രമല്ല, 2000-2005 കാലഘട്ടത്തിൽ ആക്കോൽ ഡിവിഷന്റെ കൗൺസിലറായിരുന്ന ശ്രീ എ അൻസാരി ഒരുപാട് വികസനങ്ങൾ ഇവിടെ നടപ്പിലാക്കി. ഈ ആനത്താഴത്തുള്ള ജനങ്ങൾക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ശ്രീ എ അൻസാരി കൗൺസിലറായിരുന്നപ്പോഴാണ് ആക്കോൽ ഡിവിഷന്റെ തനത് പദ്ധതിയായ മൈക്രോ വാട്ടർ പ്രോജക്ട് ഇവിടെ നടപ്പിലാക്കിയില്ലേ? ആക്കോൽ ഡിവിഷനിൽ നടപ്പിലാക്കിയില്ലേ? പക്ഷേ ഇപ്പോൾ ആ പദ്ധതിക്ക് എന്ത് സംഭവിച്ചു അതും പറഞ്ഞുതരാം. 2000-2005 കാലഘട്ടത്തിൽ മൈക്രോ വാട്ടർ പദ്ധതി നല്ല ഗംഭീരമായിട്ട് നടന്നു. ഇപ്പോൾ ആ പദ്ധതി കാലഹരണപ്പെട്ടു പോയെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് കാലഹരണപ്പെട്ടത്? 2000-2005 കാലഘട്ടത്തിൽ ശ്രീ എ അൻസാരിയുടെ നേതൃത്വത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾ അത് കാലഹരണപ്പെട്ടു പോയെന്ന്. എന്റെ പൊന്നു കൗൺസിലർമാരെ, നിങ്ങൾ പുതുതായിട്ടൊന്നും കൊണ്ടുവരണ്ട. ഞങ്ങളുടെ UDF കൗൺസിലറായ ശ്രീ എ അൻസാരി ഇവിടെ കൊണ്ടുവന്ന ആ വികസന പ്രവർത്തനങ്ങൾ അതൊന്ന് തുറന്നു കൊണ്ടുപോകാനെങ്കിലും നിങ്ങൾക്ക് സാധിക്കില്ലേ? അതെങ്ങനെ സാധിക്കാനാ? ജയിച്ചു പോയാ പിന്നെ ഈ കൗൺസിലർമാരെ മഷിയിട്ട് നോക്കിയാൽ കാണുമോ? പിന്നെ ഈ ആക്കോൽ ഡിവിഷന് ഒരു ശാപമുണ്ട്. പരദേശികൾ അവിടെ വന്ന് മത്സരിച്ച് ജയിച്ചു പോകുന്നത്. ആക്കോൽ ഡിവിഷനിൽ നിന്നുള്ള കൗൺസിലർമാരിവിടെ ജയിക്കാറില്ല. ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല. ഒരു കൗൺസിലർ ഇവിടെ നിന്നുണ്ടായത് ഭരണിക്കാവിൽ ഇവിടെ വന്ന് മത്സരിച്ച് ജയിച്ചതാണ്. വേറൊരു കൗൺസിലർ ഇരവരത്ത് നിന്ന് ഇവിടുന്ന് മത്സരിച്ചതാണ്. ഞാൻ ആരും പേര് പറയുന്നത് രാഷ്ട്രീയത്തിന് അതിൻ്റെതായ ചില മര്യാദകളുണ്ട്, അതുകൊണ്ട് പേര് പറയുന്നത്. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, നിങ്ങൾക്ക് ഏവർക്കും അറിയാം 2000-2005 കാലഘട്ടത്തിൽ UDF കൗൺസിലറായിരുന്ന ശ്രീ എ അൻസാരി നടത്തിയ വികസന പ്രവർത്തനങ്ങളല്ലാതെ ഒരു വികസന പ്രവർത്തനങ്ങളും ഈ ഡിവിഷനിൽ നടന്നിട്ടില്ല. ഇവിടെ ഈ റോഡുകൾ മൊത്തം സഞ്ചരിക്കാൻ പറ്റുമോ? എന്തുവാ ചെയ്തു വെച്ചിരിക്കുന്നത്? മെറ്റൽ കൊണ്ട് അടുക്കിയിട്ടിരിക്കുക. അതുവഴി ബൈക്കിൽ പോയാൽ അപകടം ഉറപ്പാണ്. എന്താണ് സംഭവിച്ചെന്നറിയോ?